Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ LED ആൻഡ് LCD പ്രൊജക്ടേഴ്സുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസണിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Which type of projector typically has longer lifespan for its light source? Longer lifespan ഏത് പ്രൊജക്ടറിനാണുള്ളത്? നമുക്കറിയാം LED പ്രൊജക്ടേഴ്സിനാണ് വരുന്നത് അല്ലേ. LCD പ്രൊജക്ടേഴ്സിൽ നമ്മുടെ ആ ഒരു LCD ലൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫ്രീക്വന്റ് ആയിട്ട്, കാരണം അതിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 2 to 8,000 ആ ഒരു അവേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു പീരിയോഡിക് റീപ്ലേസ്മെന്റ് LCD പ്രൊജക്ടേഴ്സിന് ആവശ്യം വരുന്നുണ്ട്. പക്ഷേ LED എന്ന് പറയുന്നത് നമുക്ക് ഒരു 20 to 50,000 അവേഴ്സ് നമുക്ക് ലൈഫ് സ്പാൻ വരുന്നുണ്ട്. ആ ഒരു അത്രയും ഡ്യൂറേഷൻ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which type of projector typically provides higher brightness level? Higher brightness level ഏതാ തരുന്നത്? LCD പ്രൊജക്ടർ ആണ് അല്ലേ. കമ്പയറിംഗ് വിത്ത് LCD ആൻഡ് LED മോർ ബ്രൈറ്റ്നസ് തരുന്നത് ആരാന്ന് ചോദിച്ചാൽ LCD പ്രൊജക്ടേഴ്സ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which type of projector uses liquid crystal panel to control light? നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ പാനൽ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? LCD പ്രൊജക്ടേഴ്സ് ആണ്. LED നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Which type of projector is more energy efficient? More energy efficient ഏതാണ്? It's LED projectors അല്ലേ. more energy power consumption ഏറ്റവും കുറവ് ഏതിലാണ്? LED യിലാണ്. സോ more energy efficient ഏതാന്ന് ചോദിച്ചാൽ LED projector. Okay. What is the benefit of having compact and portable project? കോമ്പാക്റ്റും പോർട്ടബിൾ പ്രോജക്റ്റും തമ്മിൽ ഉള്ളത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടേക്കെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്കൊരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമുക്കത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. സോ അപ്പോൾ അത് കോമ്പാക്റ്റും പോർട്ടബിൾ പ്രോജക്റ്റും ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും പല ലൊക്കേഷൻസിൽ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. What is a common advantage of using an LCD projector for business presentation? ഒരു ബിസിനസ് പ്രസന്റേഷനിൽ നമ്മൾ LCD പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കോമൺ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം LCD പ്രൊജക്ടറിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ ബ്രൈറ്റ്നസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ബിസിനസ് പ്രൊജക്ടറുകൾ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് സെക്ഷനിലോ അങ്ങനെയൊക്കെ നമുക്ക് ബ്രൈറ്റ്നസോട് കൂടിയ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കും നമുക്ക് വേണ്ടത്. സോ അങ്ങനെയുള്ള കേസസ് അതാണ് നമുക്ക് പറയുന്നത് ഹയർ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which type of projector is more likely to experience issues such as dust accumulation on light source? ലൈറ്റ് സോഴ്സുകളിലെല്ലാം ഡസ്റ്റ് അക്യുമുലേഷൻ occur ആകുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്ടറിലാണ്? അത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതായത് LCD പ്രൊജക്ടേഴ്സിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. ഡസ്റ്റ് അക്യുമുലേഷൻ, ആ ഒരു ലൈറ്റ് സോഴ്സുകളിലൊക്കെ ഡസ്റ്റ് അക്യുമുലേഷൻ ആകുന്നത് കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ട്രഡീഷണൽ ലാമ്പുകളും ഒരു കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ഡസ്റ്റ് പെട്ടെന്ന് അതിലേക്ക് അക്യുമുലേറ്റ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതിന്റെ ഇമേജ് ക്വാളിറ്റീനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നതിന് കാരണമാകാം. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. What is a common benefit of using LED projector for outdoor movie nights? പുറത്തൊക്കെ നമ്മൾ ഒരു മൂവി നൈറ്റ് വെക്കുമ്പോൾ അതിനൊക്കെ ഏറ്റവും ഔട്ട്ഡോർ മൂവി നൈറ്റ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് LED ആണെന്ന് പറയുന്നതിന്റെ മേജർ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം LED പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അത് പോർട്ടബിൾ ആണ്, കാരണം കോമ്പാക്ട് ഇൻ സൈസ് ആണ് നമുക്ക് അല്ലെ. അതുപോലെ തന്നെ ഹയർ എഫിഷ്യൻസി ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? LED ആണ്. അപ്പൊ ഈ ഒരു റീസൺസുകൾ കൊണ്ടാണ് ഔട്ട്ഡോർ മൂവി നൈറ്റുകൾക്കൊക്കെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? LED പ്രൊജക്ടർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which type of projector is more likely to experience a rainbow effect due to its color wheel technology? ഒരു കളർ വീൽ ടെക്നോളജി ഉള്ളതുകൊണ്ട് ഒരു റെയിൻബോ എഫക്റ്റ് ഏത് പ്രൊജക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, LED പ്രൊജക്ടറിലും LCD പ്രൊജക്ടറിലും ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് വരുന്നില്ല അല്ലെ. സോ അത് വരുന്നത് ഏതാ? നമുക്ക് ഓപ്ഷൻ തെറ്റാണ്, നമുക്ക് നൺ ഓഫ് ദി അബോവ് ആണ്. ഓപ്ഷൻ DLP-ലാണ്. ഓക്കെ, ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ് പ്രൊജക്ടേഴ്സിലാണ് നമുക്ക് ഈ പറയുന്ന ഒരു റെയിൻബോ എഫക്റ്റ് വരുന്നത്. ഓക്കെ, അവിടെയാണ് നമുക്കൊരു കളർ വീൽ ഒക്കെ ഉള്ളത്. ആ ഒരു കളർ വീൽ ഉള്ളത് കൊണ്ടാണ് റെയിൻബോ എഫക്റ്റ് വരുന്നത്. അത് വരുന്നത് DLP പ്രൊജക്ടേഴ്സിലാണ്, അതായത് ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ് പ്രൊജക്ടേഴ്സിലാണ് ഈ ഒരു റെയിൻബോ എഫക്റ്റ് നമുക്ക് സാധ്യമാകുന്നത്. What is a common benefit of using LCD projector for educational purpose? എഡ്യൂക്കേഷണൽ പർപ്പസിൽ നമുക്ക് എന്താണ്? ഹയർ ബ്രൈറ്റ്നസും ക്ലാസ്സുകൾക്കൊക്കെ പറ്റിയ ഒരു ഹയർ ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? LCD പ്രൊജക്ടേഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു LED ആൻഡ് LCD പ്രൊജക്ടേഴ്സുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. താങ്ക് യു.